ഹായ് ഹലോ. അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്. ഇതിനു മുമ്പ് കുറേ വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് മോളെ നിർബന്ധത്തിന് പോകുന്നതാണ് കേട്ടോ. അവൾക്ക് ബീച്ചിൽ എവിടെ പോയിട്ടില്ലെങ്കിലും ബീച്ചിൽ പോകണമെന്നാണ് ആദ്യം പറയുക, അല്ലെങ്കിൽ പാർക്കിൽ എവിടെയെങ്കിലും പോകണമെന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ബീച്ചിൽ പോയി നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ ആദ്യം തന്നെ കാടമുട്ട കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അവളെ ഫേവറേറ്റ് ആണ് കാടമുട്ട. ബീച്ചിൽ നിന്ന് കാടമുട്ട കഴിക്കണം എന്നാണ് എപ്പോഴും പോകുമ്പം പറയുക. അങ്ങനെ അതും ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാ. അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ ആളെ കൺട്രോൾ പോയി. വേണം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ വാങ്ങിച്ചൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇവിടെ നിന്ന് ഉപ്പിലിട്ടത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓളെ ഫേവറേറ്റ് എന്ന് പറയുന്നത് നെല്ലിക്കയാണ്, എനിക്ക് പൈനാപ്പിളാണ് കേട്ടോ ഫേവറേറ്റ്. അങ്ങനെ ഉപ്പിലിട്ടതൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് ബീച്ചിലെപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഐസരുതി കഴിക്കണം, അതെൻ്റെ ഒരു ശീലമാണ്. അപ്പോൾ ഐസരുതിയും വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ അതേ പൈനാപ്പിൾ വാങ്ങിച്ചു. അതിൻ്റെ കൂടെ അവരൊരു മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അത് എന്തൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല, പക്ഷേ അത് ആ ഉപ്പിലിട്ടതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പിലിട്ട വാങ്ങിക്കുമ്പോൾ എപ്പോഴും പൈനാപ്പിളാണ് വാങ്ങിക്കുക, എനിക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഐസരുതിയും കൂടെ വാങ്ങിച്ചു. കോഴിക്കോടുള്ള എല്ലാവർക്കും അറിയാം ഐസരുതി എന്താണെന്നുള്ളത്. ഇനി വേറെ ജില്ലയിലുള്ളവർ കഴിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ബീച്ചിൽ വന്നത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. ഞാനിതിൻ്റെ മിക്സഡാണ് വാങ്ങിക്കാറുള്ളത്. എരിവും മധുരവും കൂടെ കൂടിയിട്ടുള്ളൊരു സംഭവമുണ്ട്, അപ്പോൾ അതാണ് ഞാൻ വാങ്ങിക്കാറ്. എനിക്കതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത്. അപ്പം അത് കഴിച്ചപ്പോൾ മോൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ മോൾക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്തു കേട്ടോ. അവൾക്ക് കൊടുത്താൽ പണിയാണ്, പിന്നെയും വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒന്നേ വാങ്ങിച്ചിട്ടുള്ളൂ. കൂടുതലായിട്ട് ഇത് കഴിക്കുന്നതൊന്നും നല്ലതായിരിക്കില്ല, അപ്പോൾ കുറച്ചേ കഴിച്ചുള്ളൂ. പിന്നെ ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ ആളുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് വെള്ളത്തിൽ കളിക്കുക എന്നുള്ളതാണ്. അപ്പം ചില സമയത്തൊന്നും ഞങ്ങൾ വിടാറില്ല കേട്ടോ. ചിലപ്പോൾ എക്സ്ട്രാ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടാവില്ല. ഇന്ന് എക്സ്ട്രാ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ കളിച്ച് ഫുള്ള് നനഞ്ഞു. പിന്നെ അവിടെ അടുത്തുനിന്ന് ഒരാൾ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു, വലയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കി. കുറേ ആൾക്കാർ ഇങ്ങനെ കൗതുകത്തോടെ നോക്കുന്നുണ്ടായിരുന്നു, നല്ല പെടയ്ക്കുന്ന മീൻ. അപ്പോൾ മീൻ പോയി നോക്കി. ഇത് എന്ത് മീനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, അതിൻ്റെ പേരൊന്നും അറിഞ്ഞൂടാ. നമ്മളിങ്ങനെ ജസ്റ്റ് നോക്കിയിരുന്നു. മോക്കും ഭയങ്കര കൗതുകമായിരുന്നു നല്ല ജീവനുള്ള മീനെ കാണുമ്പോൾ. അപ്പോൾ അതെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് മെല്ലെ ഇറങ്ങിയിട്ടോ. ആൾക്ക് മോള് വെള്ളത്തിലൊക്കെ നനഞ്ഞതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവിടെ ഭയങ്കര കാറ്റല്ലേ ബീച്ചിൽ. അപ്പോൾ അതുകൊണ്ട് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ മോളെ ഡ്രസ്സൊക്കെ നനഞ്ഞുകൊണ്ട് വേറൊരു ഡ്രസ്സ് വാങ്ങേണ്ടി വന്നു കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 10-11 മണിയായിട്ടോ. അപ്പോൾ അതേ ആകെ ഒരൊറ്റ ഷോപ്പേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഷോപ്പ് കയറിയിട്ട് അവിടെ നിന്ന് കിട്ടിയൊരു ഡ്രസ്സ് വാങ്ങിച്ച് മോളെ ഏട്ടൻ വെള്ളമൊക്കെ വെച്ച് കഴുകി ആള് ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കുന്നുണ്ട്. അപ്പോൾ ബീച്ചിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 9080 എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് കോട്ട് റോഡാണ്, നമ്മുടെ ബീച്ചിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെയാണ്. അവിടെ നമ്മുടെ ബോംബെ ഹോട്ടലില്ലേ, ആ ഒരു ഹോട്ടലിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വരുന്നതാണ് 9080 എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. ഇതെനിക്ക് തോന്നുന്നു അധികം പേർക്കും അറിയുണ്ടാവും. നമ്മുടെ ആക്ടർ അബു സലീം ഇല്ലേ, അവരുടെ ഓണർഷിപ്പിൽ വരുന്നൊരു റെസ്റ്റോറൻറ്റാണിത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. കാരണം പുറമെ നിന്ന് കാണുമ്പോൾ ഇത്രയും ഉള്ളിലേക്കുള്ള ഒരു തറവാട് പോലെ ഒരു നാലുകെട്ടാണിത് ശരിക്കും. അപ്പം നമ്മളൊരു തറവാട് വീട്ടിലൊക്കെ പോയ പോലെ ഒരു ഫീലാണ് എനിക്കുണ്ടായിരുന്നത്. ഭയങ്കര നല്ല അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞങ്ങൾ മോക്ക് ചെയറെത്താത്തതുകൊണ്ട് കുഞ്ഞി ചെയറൊക്കെ അവരിട്ട് കൊടുത്തു കേട്ടോ. നല്ല സർവീസായിരുന്നു. പക്ഷെ എനിക്ക് ഫുഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണി അത്ര പോരാ. പാരഗൺ, റഹ്മത്ത് അവിടുത്തെയൊക്കെ ബിരിയാണി വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ര കണ്ട് ഇഷ്ടമായിട്ടില്ല കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഫുഡൊക്കെ അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു.
അങ്ങനെ ഇതേ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. അപ്പം പുറത്തേക്ക് ഇറങ്ങിയപ്പം ശരിക്കും ഒരു വീട്ടിൽ നിന്ന് ഊണ് കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഫീലായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ റഹ്മാൻ, അതേപോലെ തന്നെ ബേസിൽ, സുഷിൻ ശ്യാം, അങ്ങനെ കുറേ ആൾക്കാർ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അവരുടെയൊക്കെ ഒരു ഫോട്ടോ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവിടെ കുറച്ച് ചെയർ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാം. അപ്പം എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മളിതേ പോവാണ് ഇനി. അങ്ങനെ അതാ വീട്ടിലേക്ക് എത്താനായപ്പോൾ നല്ല മഴയും കിട്ടിയിട്ട് അപ്പോൾ വണ്ടിയൊക്കെ നിർത്തി കയറി നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഇന്നത്തെ മിനി വ്ളോഗ് ഇതോടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.